ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ വിബി അച്ചു ഹോം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോങ് പാസ്ത ഉപയോഗിച്ചിട്ട് നല്ലൊരു പാസ്ത തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, സ്കൂളിലൊക്കെ ടിഫിൻ ബോക്സിൻ്റെ കൂട്ടത്തിൽ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നോ അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. പാസ്ത ആദ്യം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് 2 ലിറ്ററോളം വെള്ളം ഒരു പാനിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലേവർലെസ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിലും 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പാസ്ത വേവിക്കാനായിട്ട് പാസ്ത ഇട്ട് കൊടുക്കാം. ഒരു 150 ഗ്രാമോളം പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ലോങ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഇതാദ്യം നമുക്ക് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഭാഗം ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബാക്കി പാസ്തയുടെ ഭാഗം ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കുക. ശേഷം 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മുതൽ 12 മിനിറ്റ് സമയം എടുക്കും പാസ്ത ഒന്ന് വെന്ത് കിട്ടാൻ. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക. 1-2 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാസ്ത നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു പാസ്തയുടെ പീസ് എടുത്തിട്ട് ഒന്ന് മുറിച്ച് നോക്കുക. പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഈ വെള്ളം നമുക്കിനി ഊറ്റിക്കളഞ്ഞതിന് ശേഷം 2 പ്രാവശ്യം തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്ത് അതും ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു പരന്ന പാത്രത്തിൽ ഇട്ട് വെക്കാം. പാസ്ത തയ്യാറാക്കാനായിട്ട് ഒരു പാനിന് ചൂടായിട്ടുണ്ട്. ഫ്ലേവർലെസ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളിയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നിടം വരെ തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വെളുത്തുള്ളി ഒത്തിരി കരിഞ്ഞു പോകാതെ നോക്കണം. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒരു 1/2 കപ്പ്, ബീൻസ് ഒരു 1/2 കപ്പ്, ക്യാപ്സിക്കം ഒരു 1/2 കപ്പ് വീതം അരിഞ്ഞെടുത്ത് ചേർത്തിട്ടുണ്ട്. ബ്രോക്കോളി, ക്യാബേജ്, സ്വീറ്റ് കോൺ ഒക്കെ നമുക്കിതിൻ്റെ ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക് ആവാതെ ഒരു 1-2 മിനിറ്റ് മതിയാവും. ഒന്ന് നല്ലതുപോലെ ഇളക്കി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ പെർഫെക്റ്റായിട്ട് വെജിറ്റബിൾസ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുക. ഓപ്ഷനിലാണ്, ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ സോസ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വെജിറ്റബിൾസും സോസും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുട്ടികൾക്ക് എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് ഒരു നുള്ളു വല്ലതും ഇട്ട് കൊടുത്താൽ മതിയാവും. ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെജിറ്റബിൾസും സോസും എല്ലാം പാസ്തയിൽ നല്ലപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഈസി ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വൈറ്റ് സോസ് ഉപയോഗിച്ച് പാസ്ത തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല നല്ല വിഭവങ്ങളുമായിട്ട് കാണുന്നിടം വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.